നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിവിള ദിനേശ്. മലയാളത്തിലെ പ്രശസ്ത സംവിധായകൻ സിബി മലയിൽ തോൽവികൾ ഏറ്റുവാങ്ങിയ സിനിമാക്കാരനാണെന്ന് പറഞ്ഞ് ഒരു വിവരദോഷിയായ പെണ്ണുപിള്ള തൻ്റെ സ്വന്തം ചാനലിൽ ഒരു എപ്പിസോഡ് ചെയ്തല്ലോ. വലിയ വാർത്താ പ്രാധാന്യം നേടി. ഒരുപാട് പേര് ക്വിറ്റ് ചെയ്തു, പുറത്തു പോവുകയൊക്കെ ചെയ്തു. അതേപ്പറ്റി കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ വാരഫലത്തിൽ ഞാൻ സംസാരിച്ചിരുന്നു. അതിൻ്റെ അവസാനം 21 ട്രേഡ് യൂണിയനുകളുടെ അപ്പലറ്റ് ബോഡിയായ ഫെഫ്ക രൂപീകരിച്ച നാൾ മുതൽ അതിൻ്റെ തലവനായിരുന്ന സിബി മലയിലിനെ ഒരു കൂതറ പെണ്ണ് അധിക്ഷേപിച്ചിട്ട് ഒരു പ്രതിഷേധ കുറിപ്പെങ്കിലും എഴുതാനോ പറയാനോ ആരും തയ്യാറായില്ല എന്നും സിബി മലയിലിൻ്റെ സിനിമാ ജീവിതത്തിൽ 40 വർഷം ആഘോഷിച്ച അദ്ദേഹത്തിൻ്റെ 110 ശിഷ്യന്മാരിൽ ഒരാൾ പോലും കമാന്നൊരക്ഷരം പറഞ്ഞില്ല എന്നും ഞാൻ പറഞ്ഞിരുന്നു. പറഞ്ഞില്ല എന്ന് പറയാൻ പോലില്ല. വാരഫലം ഞായറാഴ്ച വന്നതിൻ്റെ പിറ്റേന്ന് തിങ്കളാഴ്ച സിബി മലയിലിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളും എൻ്റെ സ്നേഹിതനുമായ ജോസ് തോമസ് എനിക്കൊരു മെസ്സേജ് ഇട്ടു. ഞാൻ വീഡിയോ ചെയ്തത് കണ്ടില്ലേ എന്നാണ് മെസ്സേജ്. ഇല്ല, ഒന്ന് തരൂ എന്ന് ഞാൻ മറുപടി നൽകി. അദ്ദേഹത്തിൻ്റെ അതിൻ്റെ ലിങ്ക് ഇട്ട് തന്നു. ഞാനത് കണ്ടു. നിനക്ക് അശേഷം വിവരമില്ല എന്ന് തെളിയിച്ച് കളഞ്ഞല്ലോ മാണിപ്പേളി എന്നോ മറ്റോ ആണ് ഹെഡിങ്. കാണാം, തിരുത്താം എന്ന് ഞാൻ മറുപടി ഇട്ടു. ഞാനത് കണ്ടു ജോസ് തോമസേ. കുത്താൻ വരുന്ന പോത്തിനോട് ഒരിക്കലും വേദമോതരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എൻ്റെ സ്നേഹിതൻ ജോസ് തോമസ് അത് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവളൊക്കെ ചെറുപ്പത്തിൻ്റെയും ചോരത്തിളപ്പിൻ്റെയും മേനിക്കൊഴുപ്പിൻ്റെയും വേർക്കാതെ കിട്ടുന്ന കാശിൻ്റെയും അഹങ്കാരത്തിൽ ഇനിയും ഇതുപോലെ പലരെയും പറയാൻ സാധ്യതയുണ്ട്. നാഥനും നന്ദനും ഇല്ലാതെ വളരുന്ന കൂട്ടങ്ങളാണ്. തന്തയോ കെട്ടിയവനോ സമൂഹത്തെയോ ബഹുമാനിക്കാൻ അറിയാത്ത ഈ ടൈപ്പുകളെ പറഞ്ഞ് നന്നാക്കാനല്ല ജോസ് തോമസ് പ്രോഗ്രാം ചെയ്യേണ്ടത്. നല്ല 4 പറഞ്ഞു കാണുമെന്ന് വിചാരിച്ചാണ് ഞാൻ ആ പ്രോഗ്രാം കണ്ടത്. ഒന്നും ജോസ് പറഞ്ഞില്ല. പകരം ഒരു പള്ളിയിലെ ഉപദേശി പറയുന്നത് പോലെ ഈ വിവരം കെട്ട പെണ്ണിനെ ജോസ് തോമസ് ഉപദേശിക്കുന്നു. അത്രേ ആ പ്രോഗ്രാമിലുള്ളൂ എന്നുള്ള വിയോജനക്കുറിപ്പ് ഞാനിവിടെ വീണ്ടും രേഖപ്പെടുത്തുന്നു. നമസ്കാരം. രസകരമായൊരു വിഷയമാണ് പറയുന്നത്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ഇക്കഴിഞ്ഞ ഞായറാഴ്ചത്തെ മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ സിനിമാ പേജിൽ ഒരു പടവും ഒരു വാർത്തയും കണ്ടു. വായിച്ചപ്പോൾ അത് കൊള്ളാമല്ലോ എന്നെനിക്ക് വലിയ രസം തോന്നി. ഇപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ ബയോപിക്കുകളുടെ കാലമാണല്ലോ. ഒരുപാട് സിനിമകൾ വരുന്നു, ബയോപിക്കുകളുടെ ജീവചരിത്ര സിനിമകൾ. നമ്മുടെ മുന്നിൽ ജീവിച്ച, നമുക്ക് മുന്നേ കടന്നുപോയ ഒരുപാട് വ്യക്തിത്വങ്ങളെ നമ്മൾ പഠിക്കുകയും പുസ്തകങ്ങളിലൂടെ വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെൻറ്റിൽ ഡോക്ടർ അംബേദ്കറും ഒരു കാലത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന AKG ഒക്കെ അവരുടെയൊക്കെ വ്യക്തിത്വത്തെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉരുക്ക് വനിത ആയിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ജീവിതകഥ രാഷ്ട്രീയ ലാഭത്തിൽ ഉപയോഗിക്കാതെ സിനിമയാക്കിയാൽ വലിയ വിജയമാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജബ്ബാർ പട്ടേൽ മമ്മൂട്ടിയെ ബാബാ സാഹിബ് അംബേദ്കറായി 2002 ഒരു ഇംഗ്ലീഷ് സിനിമ ചെയ്തിട്ടുണ്ട്. നേരെ ചൊവ്വേ ഈ സിനിമ ജനം കാണണമെന്ന് വിചാരിച്ച ആളാണോ അത് നിർമ്മിച്ച ത്രിലോക് മാലി സംവിധാനം ചെയ്ത ജബ്ബാർ പട്ടേലും എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സംശയമാണത്. കാരണം ഒരു വലിയ വിഷയമെടുത്ത് ചെയ്തിട്ട് അത് ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ കാണണമെന്നുള്ള ഒരു ചിന്തയും ഇല്ലാതെ ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. 1999 മികച്ച നടനായി മമ്മൂട്ടിയും
കലാസംവിധായകനായി നിതിൻ ചന്ദ്രകാന്ത് ദേശായിയെയും തിരഞ്ഞെടുത്തു എന്നതിനപ്പുറം ഒരു ചലനവും ഈ ചിത്രം ഉണ്ടാക്കിയിട്ടില്ല. 1982 പുറത്തു വന്ന റിച്ചാർഡ് ആറ്റൻബറോയുടെ 3 മണിക്കൂർ 11 മിനിറ്റ് ദൈർഘ്യമുള്ള ഗാന്ധി സിനിമ വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ സിനിമയായി. ഈ സിനിമ കണ്ടിട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി ഉണ്ടല്ലോ കെ മുരളീധരൻ, ഗാന്ധി സിനിമ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത്രയും കഷ്ടപ്പെട്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതെന്ന് ഗാന്ധി സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായതെന്നുള്ള വങ്കത്തനം അദ്ദേഹം തുറന്നു പറഞ്ഞ ആളാണ്. 20 വർഷത്തെ ഒരു തപസ്യ പോലെ ഈ സിനിമ ചെയ്യാനായി ആറ്റൻബറോ ഹോംവർക്കുകൾ ചെയ്തുകൊണ്ടേയിരുന്ന സിനിമയാണ്. 20 വർഷം. ജോൺ ബ്രെയ്ലി തിരക്കഥയും പണ്ഡിറ്റ് രവിശങ്കർ സംഗീതവും നിർവഹിച്ച ഗാന്ധിയിൽ പ്രശസ്ത ബ്രിട്ടീഷ് നാടക നടൻ ബെൻ കിങ്സ്ലി മഹാത്മാഗാന്ധിയായി മനോഹരമായ പ്രകടനം നടത്തിയ സിനിമയായിരുന്നു ഗാന്ധി. നമ്മുടെ ബാലചന്ദ്രമേനോൻ്റെ അച്ചുവേട്ടൻ്റെ വീട്ടിലും വേണു നാഗവള്ളിയുടെ അഗ്നിദേവനിലും ഒക്കെ പിന്നീട് അഭിനയിച്ച രോഹിണി ഹത്തങ്കടിയായിരുന്നു കസ്തൂർബയായി അഭിനയിച്ചത്. നെഹ്റുവായി റോഷൻ സേത്തും സർദാർ പട്ടേലായി സയ്യിദ് ജാഫ്രിയും ഒക്കെ ഈ സിനിമയിൽ അഭിനയിച്ചു. ഈ ചിത്രത്തിന് വസ്ത്രാലങ്കാരം നിർവഹിച്ച ഭാനു അത്തയ്യ ഓസ്കാർ നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയായി. മികച്ച വസ്ത്രാലങ്കാരത്തിന് അവർക്ക് ഓസ്കാർ അവാർഡ് കിട്ടി. 1982 നവംബർ 30 ഡൽഹിയിൽ ഗാന്ധി സിനിമയുടെ പ്രഥമ പ്രദർശനം നടന്നു. മികച്ച ചിത്രം ഉൾപ്പെടെ 8 അക്കാദമി പുരസ്കാരം കരസ്ഥമാക്കിയ ചിത്രമായി ഗാന്ധി. 11 അക്കാദമി അവാർഡുകൾക്ക് ഗാന്ധി ശുപാർശ ചെയ്യപ്പെട്ടിരുന്നു. അക്കാലത്ത് 18 കോടി രൂപ ചെലവിട്ട സിനിമയായിരുന്നു ഗാന്ധി. NFDC നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ 6 കോടി രൂപയാണ് ഇതിലേക്ക് വേണ്ടി ചെലവിട്ടത്. ഇതൊരു ഇൻഡോ ബ്രിട്ടൻ സംയുക്ത സംരംഭം ആയിരുന്നു. ഇവിടെ അധികമാർക്കും അറിയാത്തൊരു കാര്യം കൂടി പറയണം. ഗാന്ധി സിനിമയിൽ നിന്നും ഇന്ത്യയിൽ ഓടിക്കിട്ടുന്ന ലാഭവിഹിതം ആറ്റൻബറോ ഇന്ത്യ ഗവൺമെൻറ്റിനെ ഏൽപ്പിച്ചു. ഈ തുക കൊണ്ട് സിനിമയിൽ ജോലി ചെയ്യുന്ന അടിസ്ഥാന വർഗത്തിനായി ഒരു സ്ഥാപനം തുടങ്ങണം. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് തുടങ്ങിയ സ്ഥാപനം ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ കണ്ണൂരിലാണ് അതിൻ്റെ ഓഫീസ്. അതിൻ്റെ ശാഖ ഇപ്പോൾ തിരുവനന്തപുരത്തുമുണ്ട്. സിനിമാക്കാർക്ക് ആവശ്യമായ മരുന്നുകൾ സൗജന്യമായി ഈ സ്ഥാപനം നൽകുന്നു. മേജറായ ചികിത്സകൾക്ക് 7.5 ലക്ഷം രൂപ വരെ ലഭിക്കും. ഗുരുവായൂരിൽ ഈ സ്ഥാപനത്തിന് ഒരു ആശുപത്രി പ്രവർത്തിക്കുന്നു. ഇതിൽ അംഗത്വമുള്ള ഒരാളിൻ്റെ മകൾക്ക് അവർ 1ാം സ്റ്റാൻഡേർഡ് മുതൽ സ്കോളർഷിപ്പ് നൽകുന്നു. എവിടം വരെ പഠിക്കുന്നുവോ അവിടം വരെ 1000 രൂപ മുതൽ 25,000 രൂപ വരെ സ്കോളർഷിപ്പ് ലഭിക്കും. ഏറെക്കുറെ എല്ലാ അസുഖങ്ങൾക്കുമുള്ള മരുന്നുകൾ മാസാമാസം സൗജന്യമായി ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും. തിരുവനന്തപുരത്തുള്ള പ്രശസ്തരായവർ പോലും, അത് വാങ്ങാൻ അർഹതയില്ലാത്തവർ പോലും മാതൃഭൂമി റോഡിലുള്ള ഓഫീസിൽ പോയി കൃത്യമായി മാസം തോറും സൗജന്യമായി മരുന്നുകൾ വാങ്ങുന്നു. ഒരു സിനിമ സെൻസർ ചെയ്യുമ്പോൾ 10,000 രൂപ സെസ്സായി CWWF എന്ന ഈ സ്ഥാപനത്തിൽ വരുമായിരുന്നു. സിനിമ വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് എന്നാണ് CWWFൻ്റെ ഫുൾ ഫോം. അതിൻ്റെ ചുരുക്കപ്പേരാണ് CWWF. പക്ഷേ നമ്മുടെ സിനിമാക്കാരൊക്കെ ഈ സ്ഥാപനത്തെ വിളിക്കുന്നത് കണ്ണൂർ കാർഡ് എന്നാണ്. കണ്ണൂർ കാർഡ്, നീ കണ്ണൂർ കാർഡ് എടുത്തോ എന്നാണ് ചോദിക്കാറ്. കൽക്കരി തൊഴിലാളികളുടെയും ബീഡി തൊഴിലാളികളുടെയും വെൽഫെയർ ഫണ്ടും ഈ ബോർഡിന് കീഴിലായതിനാൽ ഈ ഓഫീസ് സിനിമാക്കാരുടേതാണോ ബീഡി തൊഴിലാളികൾക്ക് ഉള്ളതാണോ എന്ന് കണ്ണൂരിലെ ഓഫീസിൽ ചെന്നാൽ നമുക്ക് സംശയം തോന്നും. കിഡ്നി, ക്യാൻസർ, ഹാർട്ട് എന്നിവയ്ക്കും മൈനർ ഡിസീസ് എന്നുള്ള ലിസ്റ്റിലുള്ള കുറേ അസുഖങ്ങൾ, 4-5 അസുഖങ്ങൾക്കും റീഇംബേഴ്സ്മെൻറ്റ് ലഭിക്കും. കിഡ്നി തകരാറായ ഒരാൾക്ക് ഈ കണ്ണൂർ കാർഡ് ഉണ്ടെങ്കിൽ 2 ലക്ഷം രൂപയും, ഹാർട്ടിന് പ്രോബ്ലം വന്നാൽ 1,30,000 രൂപയും, ക്യാൻസറിന് 7,50,000 രൂപയും ഈ സ്ഥാപനത്തിൽ നിന്ന് ലഭിക്കും. 23 വർഷം മുമ്പ് ഈ സ്ഥാപനം വരുമ്പോൾ
ഒരു സിനിമാ തൊഴിലാളിക്ക് ഒരു മാസം 8,000 രൂപയോ ഒരു വർഷം 1,00,000 രൂപയ്ക്ക് അകത്ത് വരുമാനമുള്ളവർക്കായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ ആനുകൂല്യം. 23 വർഷം കഴിഞ്ഞിട്ടും അത് തന്നെ പിന്തുടരുന്നു എന്നതാണ് ലജ്ജാകരം എന്നാണ് പറയാനുള്ളത്. നിങ്ങൾ ആലോചിക്കുക, 1,00,000 രൂപ ഒരു വർഷം വരുമാനം കിട്ടുന്നത്. ഇവിടെ ടാക്സ് പോലും 12 ലക്ഷം രൂപ എന്തോ ഉള്ളവർക്ക് ടാക്സ് പോലും കൊടുക്കേണ്ടാത്ത നാടാണ്. 1,00,000 രൂപയ്ക്ക് താഴെയുള്ള സിനിമാ തൊഴിലാളികൾക്ക് മാത്രമാണ് ഈ സ്ഥാപനത്തിൽ ആനുകൂല്യം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ സംവിധായകനും നിർമ്മാതാവും വിതരണക്കാരനും തിയേറ്ററുകാരനും ഒക്കെ അംഗത്വം എടുത്തിട്ടുണ്ടെന്നുള്ളത് വേറൊരു രസം. രാജ്യസഭ MP ആയിരുന്ന കാലത്ത് ഇപ്പോൾ നമ്മുടെ ഗ്യാസ് മന്ത്രി CWWFനെ മലമറിക്കും എന്നൊക്കെ വാചകമടിക്കുകയും സുരേഷ് കുമാറിനെ പോലുള്ളവർ അത് കേട്ട് കൈയടിക്കുകയും ചെയ്തിരുന്നു. ഞാൻ സാക്ഷിയാണ്. കേന്ദ്ര സഹ ഗ്യാസൻ ആയിട്ടും ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ല ഈ സ്ഥാപനത്തിന് വേണ്ടി ആശ. ഇതിവിടെ പറഞ്ഞത് ഗാന്ധി സിനിമയിൽ നിന്നും ഇന്ത്യയിൽ കിട്ടിയ ലാഭം ആറ്റംബറോ എന്ന സായിപ്പ് സിനിമാക്കാർക്ക് തിരിച്ചു നൽകിയതിനെപ്പറ്റി ഓർത്തപ്പോഴാണ്. വീണ്ടും നമുക്ക് ഇന്ന് പറയുന്ന കഥയിലേക്ക് മടങ്ങാം. മാതൃഭൂമിയിൽ കണ്ട സിനിമ വാർത്ത തമിഴ് നടൻ മാധവൻ JD നായിഡു എന്ന ഇന്ത്യയുടെ എഡിസൺ എന്ന് വിശേഷിപ്പിക്കുന്ന മനുഷ്യൻ്റെ ജീവിതകഥയിൽ നിന്ന് JD നായിഡുവായി മാധവൻ അഭിനയിക്കുന്നു എന്നതാണ് മാതൃഭൂമിയിൽ കണ്ടപ്പോൾ ആ വാർത്തയിലുള്ളത്. കമൽഹാസൻ കാണിച്ചിരുന്ന പലതും ഇപ്പോൾ മാധവൻ സിനിമയിൽ അപ്ലൈ ചെയ്യുന്നു എന്നത് പ്രശംസനീയമായ കാര്യമാണ്. കൃഷ്ണകുമാർ രാമകുമാർ സംവിധാനം ചെയ്യുന്ന JDN എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയിൽ സംവിധായകനോടൊപ്പം മാധവനുമുണ്ട്. നിർമ്മാണത്തിൽ മാധവനും മാധവൻ്റെ ഭാര്യയും പങ്കാളികളുമാണ്. ആരാണ് ഇന്ത്യയുടെ എഡിസൺ? ആരാണ് ഗോപാലസ്വാമി ദൊരൈസ്വാമി നായിഡു എന്ന JDN? ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ വികസിപ്പിച്ചെടുത്തത് JD നായിഡു ആയിരുന്നു. ഇലക്ട്രിക് റേസർ മുതൽ മിതമായ റേഡിയോകളും 2 സീറ്റർ കാറുകളും കണ്ടുപിടിച്ചതും ഇതേ നായിഡു തന്നെയായിരുന്നു. കോയമ്പത്തൂരിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച JD നായിഡു തൻ്റെ ജീവിതം കൃഷിക്കുള്ള സമർപ്പണമാക്കിയ ആളാണ്. കോയമ്പത്തൂരിൽ ഗോപാൽ ബാഗ് ഫാമിൽ പരുത്തി, ചോളം, ഔഷധ സസ്യങ്ങൾ എന്നിവയിൽ പരീക്ഷണങ്ങൾ നടത്തി വിജയിപ്പിച്ച ആളുമാണ് ഈ പറയുന്ന JDN. സങ്കര ഇനം വിത്തുകളിലൂടെ വലുപ്പവും മധുരവും കൂടുതലുള്ള ഉൽപ്പാദനക്ഷമത കൂടുതലായുള്ള പപ്പായ ഇനങ്ങൾ വികസിപ്പിച്ചെടുത്തു അദ്ദേഹം. ഗോപാൽ ബാഗിലെ വിത്തിനങ്ങൾക്കായി ആവശ്യക്കാർ ഏറി. പപ്പായ ഹൽവ വരെ അദ്ദേഹം ഉണ്ടാക്കി. മാധവൻ നായകനാകുന്ന ബയോപിക് നായിഡുവിൻ്റെ ജീവിത പോരാട്ടങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സിനിമയായിരിക്കും ഉറപ്പായിട്ടും JDN എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജയറാമും സത്യരാജും പ്രിയാമണിയും ഒക്കെ JDNലുണ്ട്. 52 വർഷം മുമ്പ് 81-ാം വയസ്സിൽ ഈ ലോകം വിട്ടുപോയ ഒരു പ്രതിഭാശാലിയായ മനുഷ്യനെപ്പറ്റി ഒരു സിനിമ ചെയ്യാനിറങ്ങിയ മാധവനെയും സംവിധായകനെയും ഒക്കെ അഭിനന്ദിക്കണം സർക്കാരുകൾ എന്ന് ഞാൻ പറയും. ഈ വാർത്ത വായിച്ചിരിക്കുമ്പോൾ നമ്മുടെ സിനിമകളിലെ ബയോപിക്കുകളെപ്പറ്റി ഞാൻ ചിന്തിച്ചു. രസകരമാണ് ആ കഥ. മലയാളത്തിലെ ആദ്യ ബയോപിക് ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ മലയാളത്തിലിറങ്ങിയ 2ാമത്തെ നിശബ്ദ ചിത്രമായ മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ സമ്പന്നരായ നായർ കുടുംബങ്ങളിൽ അധ്യാത്മരാമായണം കഴിഞ്ഞാൽ ഏറ്റവും അധികം പാരായണം ചെയ്ത ഗ്രന്ഥം CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മയായിരിക്കും. CV രാമൻപിള്ളയെ നിങ്ങൾക്കറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. അടൂർ ഭാസിയുടെ അപ്പൂപ്പൻ. നാഗർകോവിൽ സ്വദേശി സുന്ദർ രാജ് ഈ നോവൽ മാർത്താണ്ഡവർമ്മ എന്ന നോവൽ ചലച്ചിത്രമാക്കി. പക്വത വരാത്ത 22 വയസ്സ് പ്രായം. സുന്ദർരാജിന് അപ്പോൾ 22 വയസ്സേ ഉള്ളൂ. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രമായ വിഗതകുമാരനെടുത്ത JC ഡാനിയലിൻ്റെ ബന്ധുവാണ് ഈ പയ്യൻ.
വിഗതകുമാരൻ നിർമ്മിക്കുമ്പോൾ ഡാനിയലിനോടൊപ്പം സുന്ദർരാജൻ കൂടെ ഉണ്ടായിരുന്നു എന്നു മാത്രമല്ല, ചിത്രം തീർത്തെടുക്കാനായി ഡാനിയൽ അനുഭവിച്ച യാതനകൾ കണ്ടറിഞ്ഞ ആളുമായിരുന്നു സുന്ദർരാജ്. സുന്ദർരാജ് നാടാർ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആളായിരുന്നു. തിരുവിതാംകൂർ രാജകുടുംബത്തോട് അകൈതവുമായ സ്നേഹ ബഹുമാനമുള്ള ആളായിരുന്നു സുന്ദർരാജ്. അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്നല്ലോ നാഗർകോവിൽ. നാഗർകോവിലിൽ ജനിച്ചെങ്കിലും ഹൈസ്കൂൾ കോളേജ് വിദ്യാഭ്യാസം തിരുവനന്തപുരത്താണ് സുന്ദർരാജ് നടത്തിയത്. മാർത്താണ്ഡവർമ്മ പൊന്നു തമ്പുരാൻ്റെ കഥ സിനിമയാക്കാൻ ഉറപ്പിച്ചപ്പോൾ സുന്ദർരാജ് ആദ്യം പോയത് കവടിയാർ രാജ കൊട്ടാരത്തിലേക്കായിരുന്നു. അന്നത്തെ ഭരണാധികാരി സേതു ലക്ഷ്മിഭായിയെ കാണാനായിട്ടായിരുന്നു അദ്ദേഹം പോയത്. മാർത്താണ്ഡവർമ്മ എന്ന നോവൽ താൻ ചലച്ചിത്രമാക്കുന്നതിനെപ്പറ്റി അറിയിക്കാനാണ് രാജ്ഞിയെ കാണാൻ വന്നത് എന്ന് അപേക്ഷയിൽ സുന്ദർരാജ് എഴുതിയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജ്ഞിയെ മുഖം കാണിക്കുവാനുള്ള അനുവാദം സുന്ദർരാജിന് ലഭിച്ചു. തങ്ങളുടെ പൂർവികനായ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ പറ്റി ഒരു പയ്യൻ സിനിമ എടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നത് കൊട്ടാരത്തിന് സന്തോഷം നൽകുന്ന വാർത്തയായി. മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോടും സ്വാതി തിരുനാൾ മഹാരാജാവിനോടും വികാരപരമായ ഒരടുപ്പം പിൻഗാമികളായ കവടിയാർ കൊട്ടാരത്തിലെ ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു. ഇവരെ രണ്ടുപേരെയും പറ്റി ഗ്രന്ഥമോ നാടകമോ സിനിമയോ ഏത് സംരംഭത്തിനും എന്തു സഹായവും കൊട്ടാരം നൽകുമായിരുന്നു. മാർത്താണ്ഡവർമ്മ നോവൽ സിനിമ എടുക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിക്കാനാവും സുന്ദർരാജൻ എന്ന പയ്യൻ്റെ വരവെന്ന് റീജൻറ്റ് ലക്ഷ്മിഭായി കരുതി. സുന്ദർരാജൻ കൊട്ടാരത്തിലെത്തി. അയാളെ രാജസന്നിധിയിൽ ഹാജരാക്കി. മാർത്താണ്ഡവർമ്മ ചലച്ചിത്രമാക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ടെന്ന് കൊട്ടാരം തുറന്നു പറഞ്ഞു. അതിനുവേണ്ട സാമ്പത്തിക സഹായം വേണമെങ്കിൽ ചോദിച്ചു കൊള്ളാനും റീജൻറ്റ് പറഞ്ഞു. സാമ്പത്തിക സഹായമൊന്നും എനിക്ക് വേണ്ട, സിനിമ എടുക്കാൻ എനിക്ക് സാമ്പത്തിക സഹായമൊന്നും വേണ്ട എന്ന് സുന്ദർരാജൻ തീർത്തു പറഞ്ഞു. പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് റീജൻറ്റ് തിരക്കി. മാർത്താണ്ഡവർമ്മ ചിത്രം പൂർത്തിയായി കഴിയുമ്പോൾ അതിൻ്റെ പ്രിൻ്റ് അടക്കം ചെയ്ത പെട്ടി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പൂജിച്ച് തരാൻ അനുവാദം നൽകണമെന്ന് അറിയിക്കാനാണ് തൻ്റെ വരവെന്ന് സുന്ദർരാജൻ തുറന്നു പറഞ്ഞു. റീജൻറ്റ് അത്ഭുതപ്പെട്ടു പോയിരിക്കാം. ഒരു നാടാർ ക്രിസ്ത്യൻ പയ്യനാണ് ഫിലിം പെട്ടി ശ്രീ പത്മനാഭൻ്റെ മുന്നിൽ വച്ച് പൂജിച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നത്. റീജൻറ്റിൻ്റെ മനസ്സ് കോരിത്തരിച്ചു. ഉടനെ അതിന് അനുവാദവും കൊടുത്തു റീജൻറ്റ്. ചിത്രം പൂർത്തിയാക്കി. ഫിലിം പെട്ടി ക്ഷേത്രത്തിലെത്തിച്ച് പൂജിച്ച് വാങ്ങിച്ചു. നെറ്റിപ്പട്ടം കിട്ടിയ ഗജവീരൻ്റെ പുറത്ത് ഫിലിം പെട്ടി എഴുന്നള്ളിച്ച് ചിത്രം കളിക്കുന്ന ദ ക്യാപിറ്റോൾ തിയേറ്ററിലേക്ക് എഴുന്നള്ളത്തായി കൊണ്ടുപോകാനും ഇതിന് അകമ്പടിയായി തിരുവിതാംകൂർ നായർ പട്ടാളത്തിൻ്റെ ഒരു വിഭാഗത്തെ വിട്ടുകൊടുക്കാനും കൊട്ടാരം തയ്യാറായി. ഈ ദൃശ്യങ്ങളെല്ലാം ബുദ്ധിമാനായ സുന്ദർരാജ് ക്യാമറയിൽ പകർത്തി. ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ഈ രംഗങ്ങളും കൂടി പിന്നെ ചേർത്തു. മാർത്താണ്ഡവർമ്മ എന്ന നോവലിൻ്റെ പകർപ്പവകാശം തിരുവനന്തപുരത്തെ കമലാലയം ബുക്ക് ഡിപ്പോയ്ക്കായിരുന്നു. കൊട്ടാരം സർവാധികാരിക്കാരനായിരുന്നു അന്ന് CV രാമപിള്ള. അദ്ദേഹം അതിൻ്റെ റൈറ്റ് കമലാലയത്തിന് എഴുതി കൊടുത്തിരുന്നു. മേൽത്തരം 4 പുൽപ്പായകളാണ് CV രാമപിള്ളയ്ക്ക് പ്രതിഫലമായി കമലാലയത്തിൻ്റെ ഉടമസ്ഥൻ രാമൻ മേനോൻ നൽകിയത്. തൃശ്ശൂരുകാരനാണ് രാമൻ മേനോൻ. നോവലിൻ്റെ പകർപ്പ് അവകാശം വിറ്റ് കിട്ടുന്ന തുകയിലൊന്നും CV രാമപിള്ളയ്ക്ക് താല്പര്യമില്ലായിരുന്നു. ഇക്കാര്യങ്ങൾ ഒന്നും അറിയാതെയാണ് സുന്ദർരാജൻ മാർത്താണ്ഡവർമ്മ സിനിമയാക്കിയത്. രാമൻ മേനോനോട് ഒരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം സൗജന്യമായി സമ്മതം നൽകിയേനെ. ഇതിപ്പോൾ ആരും വായിക്കാത്ത ചെറുകഥയ്ക്ക് 10 ലക്ഷം പ്രതിഫലം ചോദിക്കുന്ന കാലമാണ് ഇപ്പോൾ. തിരുവനന്തപുരത്തെ അന്നത്തെ കാലത്തെ വലിയ ക്രിമിനൽ വക്കീലാണ് മള്ളൂർ ഗോവിന്ദപിള്ള. കുശാഗ്രബുദ്ധിയുള്ള മള്ളൂർ ഒരു വാർത്ത അറിയുന്നു. നാഗർകോവിലുള്ള ഒരു ക്രിസ്ത്യാനി പയൽ മാർത്താണ്ഡവർമ്മ
നോവലെടുത്ത് സിനിമയാക്കി. കൊട്ടാരത്തിൻ്റെ അനുമതിയോടെ ഫിലിം പെട്ടി ശ്രീപത്മനാഭ സന്നിധിയിൽ പൂജിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളിച്ച് നായർ പട്ടാളവും കുതിരപ്പട്ടാളവും ഒക്കെ അകമ്പടി സേവിച്ചു എന്നും രാജകുടുംബാംഗങ്ങൾക്കും വിശിഷ്ട വ്യക്തികൾക്കുമായി ആദ്യ പ്രദർശനം നടത്തിയതുമൊക്കെ കുശാഗ്രബുദ്ധിക്കാരനായ മള്ളൂരിനോട് ആരോ ചെവിയിൽ ഓതിക്കൊടുത്തു. തന്നെ ക്ഷണിക്കാത്ത ആ പയലിനെ ഒരു പാഠം പഠിപ്പിക്കാൻ മള്ളൂർ തീരുമാനിച്ചു. കേസിനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ കമലാലയം ഉടമ രാമൻ മേനോനെ കേസിന് പ്രതിഫലമില്ലാതെ താൻ വാദിക്കാമെന്നും ഈ കേസ് നിങ്ങൾ വെറുതെ വിട്ടാൽ നിങ്ങളുടെ ഓരോ പുസ്തകവുമായി തമിഴന്മാർ സിനിമയാക്കുമെന്നൊക്കെ സ്ക്രൂ കയറ്റി രാമമേനോനെ കക്ഷിയാക്കി കേസ് ഫയൽ ചെയ്തു. പ്രദർശനം വിജയകരമായി 4-ാം നാൾ തുടങ്ങാൻ ആളുകൾക്ക് ടിക്കറ്റ് കൊടുത്ത് കയറ്റുമ്പോൾ ഒരു കോടതി ആമ്യനും 5 പോലീസുകാരും തിയേറ്ററിലെത്തി. സിനിമാ പ്രദർശനം കോടതി തടഞ്ഞ ഉത്തരവ് തിയേറ്ററിൻ്റെ വാതിലിൽ ഒട്ടിച്ചു. പ്രൊജക്ഷൻ റൂമിൽ കയറി ചിത്രത്തിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് പോയി. കുതിരവണ്ടിയിൽ കയറ്റി മാർത്താണ്ഡവർമ്മയുടെ ഫിലിം പെട്ടി പോകുന്നിടത്ത് സുന്ദർരാജൻ്റെ കഥ തീർന്നു എന്ന് പറയാനാവില്ല. അവിടെ മറ്റൊരു കഥയ്ക്ക് തുടക്കമിടുകയായിരുന്നു. അത് ഞാൻ മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് പറയുന്നില്ല. വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ ശേഷം സ്ക്രീൻ വാരികയിൽ ചേലങ്ങാട് ഗോപാലകൃഷ്ണൻ എഴുതിയ മാർത്താണ്ഡവർമ്മ സിനിമയ്ക്ക് സംഭവിച്ച കഥ അച്ചടിച്ചു വന്നു. ഈ ലേഖനം പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ക്യൂറേറ്ററായ പി കെ നായർ സാർ വായിച്ചു. കമലാലയം ബുക്ക് ഡിപ്പോയുമായി പി കെ നായർ സാർ ബന്ധപ്പെട്ടു. അദ്ദേഹം തിരുവനന്തപുരത്തെത്തി. ഗോഡൗണിൽ നശിച്ച് നാമാവിശേഷമായി കിടന്ന മാർത്താണ്ഡവർമ്മയുടെ ഫിലിം പെട്ടി അദ്ദേഹം വിലയ്ക്ക് വാങ്ങിച്ചു. കഷണമായി കിടന്ന ഫിലിം ലണ്ടനിൽ അയച്ച് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ശരിയാക്കി മുഴുനീള ചിത്രമാക്കിയെടുത്തു. ഇപ്പോഴത് സൂക്ഷിച്ച് പൂന ആർക്കൈവ്സിലുണ്ട്. ഒരു ചിത്രത്തിൻ്റെ പ്രിൻ്റ് കോടതി ഇടപെട്ട് കോപ്പി റൈറ്റിൻ്റെ പേരിൽ കസ്റ്റഡിയിൽ വയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സിനിമ എന്ന ഖ്യാതി മാർത്താണ്ഡവർമ്മയ്ക്ക് സ്വന്തം. അതിനപ്പുറം ഒന്നും കിട്ടിയില്ല. 1931 പൂർത്തിയാക്കിയ മാർത്താണ്ഡവർമ്മ എന്ന മലയാളത്തിലെ 2ാമത്തെ ചിത്രത്തിൻ്റെ പ്രിൻ്റ് പി കെ നായർ കണ്ടെത്തിയതിനാൽ ആദ്യ ചിത്രം ബാലനാണെന്ന് പറയുന്നവരുടെ വായടയ്ക്കാനായി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം നമ്മുടെ വിഗതകുമാരൻ്റെ പ്രിൻ്റ് ഇല്ലല്ലോ. ഒരു മോൻ കത്തിച്ചളഞ്ഞില്ല. ആ മോനാണിപ്പം JC ഡാനിയലിൻ്റെ വക്താവായിട്ട് ഇവിടെയൊക്കെ കറങ്ങി നടക്കുന്നത്. പിന്നെ വരുന്ന ഒരു ബയോപിക് ചിത്രം എന്ന് പറയുന്നത് കടമറ്റത്ത് കത്തനാരാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ വിശദമായി പ്രതിപാദിക്കുന്ന 9ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന വൈദികൻ. തിരുവിതാംകൂറിൽ കുന്നത്തുനാട് താലൂക്കിലെ കടമറ്റം ദേശത്ത് നിർധനായ ഉലഹന്നാൻ്റെയും ഏലിയമ്മയുടെയും മകനായി ജനിച്ച പൗലോസ് ഷമാശനായി ജീവിച്ച് ആദിവാസി കാട്ടുവാസികൾ എടുത്തു വളർത്തി മതതന്ത്രങ്ങൾ പഠിച്ച 12 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയതാണ് കഥ. കടമറ്റത്ത് പള്ളിയിൽ കടമറ്റത്ത് കത്തനാർ അപ്രത്യക്ഷമായ കിണർ ഇന്നും സൂക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. ഈ കത്തനാരുടെ സിനിമ ഫാദർ KR നമ്പ്യാർ, ജോർജ് തരിയൻ മുതുകുളത്തിൻ്റെ തിരക്കഥയിൽ 1961 സിനിമയാക്കി തിയേറ്ററിലെത്തിച്ചു. തെക്കൃഷിയായിരുന്നു കടമറ്റത്ത് അച്ഛൻ. ഈ മാന്ത്രികനായ അച്ഛനെ പ്രധാന കഥാപാത്രമാക്കിയെടുത്ത സീരിയൽ കേരളത്തിൽ വലിയ വിജയമായി. വർഷങ്ങൾക്ക് ശേഷം സീരിയലിലെ കത്തനാരായ പ്രകാശ് പോൾ വലിയ താരപദവി ഇതിലൂടെ നേടിയെടുക്കുകയും ചെയ്തു. ഉദ്ഘാടനമായിരുന്നു പ്രകാശ് പോളിന്. കത്തനാർ എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ സോങ്ങുള്ള TS സുരേഷ് ബാബു സംവിധാനം ചെയ്ത സീരിയലായിരുന്നു. കടമറ്റത്ത് കത്തനാരായി ജയസൂര്യയെ അവതരിപ്പിച്ച് സിനിമ ചെയ്യാൻ ഫ്രൈഡേ ഫിലിംസിൻ്റെ വിജയ് ബാബു പ്ലാൻ ചെയ്തു 2023. ഒടുവിൽ ഈ പ്രോജക്റ്റ് 100 കോടി രൂപ ചെലവിട്ട് ഗോകുലം ഇപ്പോൾ നിർമ്മിക്കുകയാണ്. ബാബു ആൻ്റണിയെ കത്തനാരായി സിനിമ ചെയ്യാൻ TS സുരേഷ് ബാബുവും
ആരംഭം കുറിച്ചതാണ്. റോജിൻ തോമസാണ് സംവിധാനം. ഗോകുലത്തിൻ്റെ വെർച്വൽ റിയാലിറ്റി സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രമാണ് കത്തനാർ. 1967 കോഴിക്കോട്ടെ സാമൂതിരി രാജാവിൻ്റെ നാവികപ്പടയുടെ മുസ്ലിം നായകനായിരുന്ന മുഹമ്മദ് കുഞ്ഞാലി മരക്കാരുടെ കഥ സിനിമയാക്കി വന്നു. ഭാർഗവി നീലക്കുയിലൊക്കെ എടുത്ത TK പരിക്കുട്ടി, ചന്ദ്രതാരയുടെ ബാനറിൽ നിർമ്മിച്ച കുഞ്ഞാലി മരക്കാർ, SS രാജനായിരുന്നു സംവിധാനം. കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് കുഞ്ഞാലി മരക്കാറായത്. പ്രേം നസീറും PJ ആൻ്റണിയും ജ്യോതിലക്ഷ്മിയും സുകുമാരിയും ഒക്കെ ഉണ്ടായിരുന്നു ഈ ചിത്രത്തിൽ. സ്ഥിരം സായിപ്പാവുന്ന PK സത്യപാലും ഉണ്ടായിരുന്നു. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള ദേശീയ അവാർഡും കുഞ്ഞാലി മരക്കാർ നേടി. ഈ സിനിമ കണ്ടിട്ടുള്ളവർ കുഞ്ഞാലി മരക്കാറെ മറക്കാനിടയില്ല എന്നാണ് പ്രിയദർശൻ്റെ അറബിക്കടലിൻ്റെ സിംഹം കണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത്. ആ പടം പ്രിയദർശൻ ഒരു 50 പ്രാവശ്യം കാണണമായിരുന്നു. എന്നിട്ട് വേണമായിരുന്നു അറബിക്കടലിൻ്റെ സിംഹമൊക്കെ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത്. പിന്നെ വരുന്നത് കായംകുളം കൊച്ചുണ്ണിയും വെള്ളായണി പരമവും ഇത്തിക്കര പക്കിയും മുളമൂട്ടടിമയും ഒക്കെയായി. കേരളത്തിൽ കുപ്രസിദ്ധി ആർജിച്ച കള്ളന്മാരുടെ ബയോപിക്കുകളായിരുന്നു ഇതൊക്കെ. ഇവയ്ക്ക് ചരിത്രവുമായി ഒരു ബന്ധവുമില്ലായിരുന്നുവെന്ന് ആ സിനിമകൾ കണ്ടാൽ അറിയാം. സത്യൻ കായംകുളം കൊച്ചുണ്ണിയായ ചിത്രത്തെപ്പറ്റി നമ്മളിപ്പോഴും ഓർക്കുന്നത് ഗായകൻ യേശുദാസ് അഭിനയിച്ച സിനിമയായിരുന്നു എന്ന നിലയ്ക്കാണ്. ഖാദർ എന്ന കഥാപാത്രമായിരുന്നു യേശുദാസ് ചെയ്തത്. ഉഷാകുമാരിയായിരുന്നു നായിക. ഈ കായംകുളം കൊച്ചുണ്ണിയുടെ സഹോദരിയുടെ വേഷമായിരുന്നു ഉഷാകുമാരിക്ക്. പരമ ബോറായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ്റെ പ്രകടനം എന്ന് പറയാതെ തരമില്ല. PA തോമസ് ആയിരുന്നു കായംകുളം കൊച്ചുണ്ണിയുടെ സംവിധാനവും നിർമ്മാണവും. ഐതിഹ്യമാലയിൽ നിന്നും കടം കൊണ്ടതാണ് ആദ്യ കായംകുളം കൊച്ചുണ്ണി. ജഗതി NK ആചാര്യായിരുന്നു സംഭാഷണം. 3 പാട്ടുകൾ യേശുദാസ് പാടുകയും ചെയ്തു, അഭിനയിക്കുകയും ചെയ്തു ഈ ചിത്രത്തിൽ. ആറ്റുവഞ്ചി കടവിൽ വച്ച് അന്ന് നിന്നെ ഞാൻ കണ്ടപ്പോൾ പാട്ട് വന്നത് പവിഴച്ചുണ്ടിൽ പാടി നിർത്തിയതാരാണ്, അല്ലെങ്കിൽ പാതി നിർത്തിയതാരാണ് എന്നുള്ള പാട്ട്. നല്ല സുറുമ കൊച്ചു ചിന്തൂര പൊട്ടുകുത്തി മന്ദാര കണ്ണിണയിൽ സുന്ദരി മാരണിയും സുറുമ എന്നുള്ള പാട്ട്. കുങ്കുമ പൂവുകൾ പൂത്തു എൻ്റെ തങ്കക്കിനാവിൻ താഴ്വരയിൽ എന്ന പാട്ട്. 3 പാട്ടുകളും സൂപ്പർ ഹിറ്റുകളായിരുന്നു. യേശുദാസ് പാടി അഭിനയിച്ച പാട്ടുകൾ എന്നുള്ള പ്രത്യേകതയാണ് അതിനുള്ളത്. പടം വലിയ സാമ്പത്തിക വിജയം നേടുകയും ചെയ്തു. വലിയ കാശ് മുടക്കി. ഗോകുലം ഗോപാലൻ കായംകുളം കൊച്ചുണ്ണി നിവിൻ പോളിയെ വെച്ച് വീണ്ടും എടുത്തു. ബോബി സഞ്ജയ് തിരക്കഥയും റോഷൻ ആൻഡ്രൂസ് സംവിധാനവും. ഇത്തിക്കര പക്കി എന്ന അതിഥി വേഷത്തിൽ വന്ന് മോഹൻലാൽ കയ്യടി നേടിയ ചിത്രം മാത്രമായിരുന്നു അത്. ബാക്കി 3 കള്ളന്മാരെയും സിനിമയിൽ കൊണ്ടുവന്നത് ശശികുമാറായിരുന്നു. വെള്ളായണി പരമു, ഇത്തിക്കര പക്കി, മുളമുട്ടടിമ. പ്രേം നസീർ, ജയൻ, മോഹൻലാൽ എന്നിവരാണ് യഥാക്രമം ഈ ചിത്രങ്ങളിൽ നായകരായത്. പാപ്പനംകോട് ലക്ഷ്മണനായിരുന്നു, എൻ്റെ നാട്ടുകാരനായ പാപ്പനംകോട് ലക്ഷ്മണനായിരുന്നു 3ൻ്റെയും തിരക്കഥ എഴുതിയത്. പേരിലല്ലാതെ മറ്റൊരു കാര്യത്തിലും ലോജിക്കില്ലാത്ത 3 സിനിമകൾ. 3ഉം പക്ഷേ നഷ്ടക്കച്ചവടമായില്ല. ഈ സിനിമകളിൽ ഏതിന് വേണമെങ്കിലും തെമ്മാടി വേലപ്പൻ എന്ന് പേരിട്ടാൽ പോലും ഇവയ്ക്ക് അതുപോലുള്ള എന്ത് പേരിട്ടാലും ദോഷമില്ലാത്ത 3 സിനിമകളായിരുന്നു. അതിന് ചരിത്രവുമായി യാതൊരു ബന്ധവും അല്ലെങ്കിൽ ബയോപിക്കുമായി യാതൊരു ബന്ധവും ഈ സിനിമകൾക്കില്ലായിരുന്നു. പിന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ജഗദ്ഗുരു ആദിശങ്കരനായിരുന്നു. ഭാസ്കരൻ മാഷ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത സിനിമയാണ് ജഗദ്ഗുരു ആദിശങ്കരൻ. നാഗവള്ളി RS കുറുപ്പ് എഴുതിയ തിരക്കഥ. മുരളി മോഹൻ എന്ന നവാഗതൻ ശങ്കരാചാര്യരായ സിനിമ. ശങ്കരാചാര്യരുടെയും P. ഭാസ്കരൻ്റെയും വരികൾക്ക് ദക്ഷിണാമൂർത്തിയായിരുന്നു സംഗീതം. 1977 സംസ്ഥാന അവാർഡ് ഇതിലെ ആലാപനത്തിലൂടെ യേശുദാസ് നേടി. കൊടിയേറ്റവും കാഞ്ചനസീതയും ചുവന്ന വിത്തുകളും ഒക്കെയുള്ള വർഷമായിരുന്നതുകൊണ്ടായിരിക്കണം കമേഴ്സ്യൽ സിനിമയുടെ ലെവലിൽ ചിത്രീകരിച്ചതിനാലും ശ്രീ ശങ്കരൻ്റെ കഥ അവാർഡിലേറ്റില്ല. കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ആന ആര് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ മലയാളിക്ക് പറയാൻ കഴിയൂ, അത് ഗുരുവായൂർ കേശവനാണ്. 1912 ജനിച്ച് 1976
ഏകാദശി നാളിൽ ചരിഞ്ഞവനാണ് ഗുരുവായൂർ കേശവൻ. നിലമ്പൂർ വലിയ തമ്പുരാൻ നടക്കിയിരുത്തിയ ആനയാണ് ഗുരുവായൂർ കേശവൻ. കേശവൻ 50 വർഷക്കാലം ഗുരുവായൂരിൽ സേവനം അനുഷ്ഠിച്ചതിൻ്റെ പേരിൽ ഗജരാജപട്ടം നൽകി ആദരിച്ചിട്ടുണ്ട്. ചരിയുമ്പോൾ കേശവന് 72 വയസ്സുണ്ടായിരുന്നു. ശാന്തനും ഗാംഭീര്യമുള്ളവനും തലയെടുപ്പുള്ളവനും സുന്ദരനും ശക്തിയും ഉള്ളവനും ആയിരുന്നു ഗുരുവായൂർ കേശവൻ. ഗുരുവായൂർ കേശവൻ്റെ കഥ സിനിമയാക്കി. നമ്മുടെ ഭരതനായിരുന്നു സംവിധാനം. നടനും തിരക്കഥാകൃത്തുമായ എൻ ഗോവിന്ദൻകുട്ടിയാണ് ഗുരുവായൂർ കേശവൻ്റെ തിരക്കഥ എഴുതിയത്. പുതൂർ ഉണ്ണികൃഷ്ണൻ എഴുതിയ കഥയിൽ നിന്നാണ് തിരക്കഥ ഉണ്ടാക്കിയത്. മഞ്ഞിലാസായിരുന്നു ഒരു കാലത്ത് സേതുമാധവൻ സാറിനെ വെച്ച് സത്യം മാഷിനെ പ്രധാന കഥാപാത്രമാക്കി നിരവധി നല്ല സിനിമകൾ നിർമ്മിച്ച മഞ്ഞിലാസായിരുന്നു നിർമ്മാണം. നായരമ്പലം ശിവജി എന്ന ആനയാണ് കേശവനായി അഭിനയിച്ചത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് ദേവരാജ മാഷ് നല്ല പാട്ടുകൾ ഒരുക്കി എന്നതിനപ്പുറം ഭരതൻ ചെയ്യാൻ പാടില്ലാത്തൊരു സിനിമയായിരുന്നു ഗുരുവായൂർ കേശവൻ എന്ന് പറയാം. ഇത്തരം സിനിമ ചെയ്യാനുള്ള പിടിപാടൊന്നും ഭരതനില്ല എന്ന് ഈ ചിത്രത്തിലൂടെ തെളിയിച്ചു. ഈ ചിത്രവും 1977 തിയേറ്ററുകളിൽ വന്നത്. കലാമേന്മയുള്ള ജനപ്രിയ ചിത്രത്തിൻ്റെ അവാർഡ് മാത്രം സംസ്ഥാന അവാർഡിൽ നേടാനായി. മാധുര്യമ്മയുടെ ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്ന പാട്ട് കേൾക്കുമ്പോൾ ജയഭാരതിയുടെ വശ്യതയാർന്ന ദേഹവടിവ് ഓർമ്മിപ്പിക്കുന്ന ചിത്രം കൂടിയാണ് ഗുരുവായൂർ കേശവൻ. ആകെ ഗുരുവായൂർ കേശവന് ഇത്രയേ പറയാനുള്ളൂ. ശ്രീനാരായണ ഗുരു എന്ന പേരിൽ P.A. ബക്കറും യുഗപുരുഷൻ എന്ന പേരിൽ R. സുകുമാരനും ശ്രീനാരായണ ഗുരുദേവൻ്റെ കഥ പറഞ്ഞ സിനിമകളെടുത്തു. പിന്നെ ഒരു കൃഷ്ണസ്വാമി അങ്ങനെ പേരുള്ള ഒരു സംവിധായകൻ സ്വാമി ശ്രീനാരായണ ഗുരു എന്ന ഒരു സിനിമ എടുത്തു. ബക്കറും കൃഷ്ണസ്വാമിയും 1986 ഗുരുവിൻ്റെ സിനിമ എടുത്തത്. 2010 യുഗപുരുഷനും. ബക്കറിൻ്റെ സിനിമ ദേശീയ ഉദ്ഗ്രഥനത്തിനുള്ള നർഗീസ് ദത്ത് അവാർഡ് 1985 നേടി. യുഗപുരുഷൻ 2010 മികച്ച കലാസംവിധാനത്തിനും മേക്കപ്പിനും വസ്ത്രാലങ്കാരത്തിനും പ്രത്യേക ജൂറി പരാമർശം ഗുരുവായി അഭിനയിച്ച തലൈവാസൽ വിജയും നേടി. ഈ 3 ഗുരു ചിത്രങ്ങളിൽ R. സുകുമാരൻ്റെ യുഗപുരുഷൻ തന്നെയാണ് മികച്ച സിനിമയെന്ന് പറയാം. നന്നായി കാശ് മുടക്കി ചെയ്ത സിനിമയായിരുന്നു യുഗപുരുഷൻ. ഈ ജനസിലെ ഏറ്റവും നല്ല ചുവടുവയ്പ്പായിരുന്നു ലെനിൻ രാജേന്ദ്രൻ്റെ സ്വാതി തിരുനാൾ. കയ്യൂർ സമരത്തെ ചിത്രീകരിക്കാൻ നമ്മുടെ ഇന്ത്യയിലെ പ്രശസ്തനായ സംവിധായകൻ ബംഗാളി സംവിധായകൻ മൃണാൾ സെന്നും നമ്മുടെ ജോൺ അബ്രഹാമും ഒക്കെ ശ്രമിച്ചിട്ടും നടക്കാഞ്ഞത് മീനമാസത്തിലെ സൂര്യനിലൂടെ ലെനിൻ ചിത്രീകരിച്ചതുപോലെ തന്നെ സംവിധായകൻ ശിവനടക്കം പലരുടെയും മനസ്സിലെ ആഗ്രഹമായിരുന്നു സ്വാതി തിരുനാളിൻ്റെ കഥ സിനിമയാക്കണമെന്ന്. ലെനിൻ രാജേന്ദ്രന് അത് സാധിച്ചു. സ്വാതി കീർത്തനങ്ങളാൽ സമ്പന്നമായ സിനിമയ്ക്ക് ശിവരാഹം ബാലകൃഷ്ണൻ്റേതായിരുന്നു തിരക്കഥ. 7 ആഴ്സ് നിർമ്മിച്ചതിനാൽ നല്ല ചിലവിട്ട് ചിത്രീകരിക്കാനായി. സ്വാതി തിരുനാളായ അനന്തനാഗിന് ആ കഥാപാത്രത്തെ ഉൾക്കൊള്ളാനായോ എന്നത് മറ്റൊരു ചോദ്യം. ഐതിഹ്യമാലയിൽ ഉള്ള ഒരു കഥാപാത്രം തന്നെയാണല്ലോ പെരുന്തച്ഛനും. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രവും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രവും ഉൾപ്പെടെ നിർമ്മിച്ച തച്ചനാണ് പെരുന്തച്ഛൻ. പെരുന്തച്ഛൻ്റെ ആത്മസംഘർഷങ്ങളെ MD തിരക്കഥയാക്കി. നവാഗതനായ അജയൻ, തോപ്പിൽ ഭാസിയുടെ മകൻ അജയൻ പെരുന്തച്ഛൻ സിനിമയാക്കി. തിലകൻ മനോഹരമായ പ്രകടനം നടത്തിയ ചിത്രമായിരുന്നു പെരുന്തച്ഛൻ. നവാഗത പ്രതിഭയ്ക്കുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരവും മികച്ച ഛായാഗ്രഹണത്തിന് സന്തോഷ് ശിവനും ദേശീയ പുരസ്കാരങ്ങൾ നേടി. സംസ്ഥാനത്ത് മികച്ച നടൻ്റെയും തിരക്കഥയുടെയും കലാമൂല്യത്തിൻ്റെയും ജനപ്രിയ ചിത്രത്തിൻ്റെയും നവാഗത സംവിധാന പ്രതിഭയുടെയും അവാർഡുകൾ പെരുന്തച്ഛൻ നേടിയെടുത്തു. ഈ ഒരൊറ്റ സിനിമ മാത്രമേ അജയന് ചെയ്യാനായുള്ളൂ. 41 വയസ്സിൽ പെരുന്തച്ഛൻ ചെയ്ത അജയൻ 27 വർഷം സിനിമയിൽ നിഷ്ക്രിയനായിപ്പോയി. തച്ചൻ്റെ ശാപമാണോ എന്നറിയില്ല. പിന്നെ ഒരു സിനിമയും അദ്ദേഹം ചെയ്തില്ല. ബയോപിക്
ചിത്രം എന്ന് പറയാമോ എന്നറിയില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മതിലുകൾ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയാക്കി. ബഷീറായി മമ്മൂട്ടി അഭിനയിച്ചു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ തടവുകാരനായി ജയിലിലടച്ച ബഷീർ തൻ്റെ സെല്ലിന് മുന്നിലുള്ള കൂറ്റൻ മതിലിനപ്പുറം തടവുകാരിയായ നാരായണിയുമായുള്ള ഹൃദയബന്ധത്തിൻ്റെ കഥയായിരുന്നു മതിലുകൾ. ഈ ചിത്രത്തിലൂടെ മമ്മൂട്ടി വീണ്ടും ദേശീയ നടനായി. മികച്ച പ്രാദേശിക ചിത്രത്തിനുള്ള 1989 ദേശീയ അവാർഡും മികച്ച സംവിധായകൻ്റെയും ശബ്ദലേഖകൻ്റെയും അവാർഡുകളും ദേശീയ ലെവലിൽ മതിലുകൾ നേടി. എന്നാൽ മികച്ച കഥയ്ക്കുള്ള അവാർഡ് മാത്രമേ സംസ്ഥാന സർക്കാരിൻ്റേതായി ഈ ചിത്രത്തിന് ലഭിച്ചുള്ളൂ. സ്വാഭാവികമായും അത് മികച്ച കഥയാകുമ്പോൾ അത് വൈക്കം മുഹമ്മദ് ബഷീറിനായിരുന്നു. സേതുമാധവനായിരുന്നു ആ വർഷത്തെ ജൂറി ചെയർമാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കഥകളിലെ ഒരു ഏടായി കാലാപ്പനിയും മാപ്പിള ലഹളയുടെ ഭാഗമായി 1921 പഴശ്ശിരാജയും ഒക്കെ എപ്പിക് ചിത്രങ്ങളായി പിന്നീട് വന്നു. ആളിൽ കുറിയ 52-ാം വയസ്സിൽ മരിച്ച പഴശ്ശിയോടൊന്നും എം ടി തിരക്കഥ എഴുതിയിട്ടും ചിത്രം നീതി പുലർത്തിയില്ല. പാട്ടുകളും ആട്ടവും ഒക്കെയായി പഴശ്ശിരാജ വഴിമാറിപ്പോയി. 7 വയസ്സിനിടയിൽ 25,000-ത്തിലധികം ചിത്രങ്ങൾ വരച്ചു കൂട്ടിയ എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് എന്ന അത്ഭുത ബാലൻ്റെ ജീവിതം. 7 വയസ്സ് തികയുന്നതിന് മുമ്പ് വൃക്ക സംബന്ധമായ അസുഖം കാരണം ഈ ലോകം വിട്ടുപോയ കുഞ്ഞാണല്ലോ ക്ലിൻ്റ്. അവൻ കണ്ടിട്ട് ഇല്ലാത്തതിനൊക്കെ വരച്ചു വച്ചു. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയം വളരെ ലാഘവത്തോടെ ചെയ്ത് ചാളക്കുളമാക്കിയ സിനിമയായിരുന്നു ക്ലിൻ്റ്. എന്തിനു ഈ സിനിമ ചെയ്തു എന്ന് കണ്ടിരിക്കുമെന്ന് നമുക്ക് തോന്നും. പുതുതലമുറയ്ക്ക് ബയോപിക് വിഷയങ്ങളിൽ താല്പര്യമുള്ളതുപോലെ ചില നീക്കങ്ങൾ ഇവിടെ നടന്നു. 2018 പ്രജേഷ് സെൻ എന്ന് പറഞ്ഞ യുവ സംവിധായകൻ ക്യാപ്റ്റൻ എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീം ക്യാപ്റ്റനായിരുന്ന VP സത്യൻ്റെ ജീവിതകഥ ആസ്പദമാക്കി ചെയ്ത സിനിമയായിരുന്നു ക്യാപ്റ്റൻ. ജയസൂര്യയാണ് VP സത്യനായത്. ഈ ചിത്രത്തിൻ്റെ വിജയമാകണം പ്രശസ്ത അഭിനേതാവ് മൺമറഞ്ഞുപോയ സത്യൻ മാഷിൻ്റെ ജീവിതകഥ സിനിമയാക്കാൻ അണിയറയിൽ പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇതിലും ജയസൂര്യ തന്നെ നായകനാകുമെന്ന വാർത്തകളും വന്നു. ജീവിതത്തിൽ കാർക്കശ്യത്തിൻ്റെയും പരിക്കൻ്റെയും മേലുടുപ്പിട്ട സത്യൻ, അരോഗദൃഢഗാത്രനായ സത്യൻ, അധ്വാനശീലത്തിൻ്റെ കറുത്ത നിറം ത്വക്കിലുണ്ടായിരുന്ന സത്യൻ, വശ്യമായ പുഞ്ചിരി പടർത്തുന്ന സത്യൻ, സ്വന്തം ജീവിതത്തിലെ കൈപ്പേറിയ വിധി നിയോഗങ്ങൾ കൂസലില്ലാതെ നേരിട്ട സത്യൻ, സർ CPയുടെ ചട്ടമ്പി പോലീസ് ഉദ്യോഗസ്ഥനായി ആലപ്പുഴയിലെ തൊഴിലാളികളെ മൃഗീയമായി തല്ലിച്ചതച്ച സത്യൻ, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയിലെ പരമപിള്ളയെയും അനുഭവങ്ങൾ പാളിച്ചകളിലെ ചെല്ലപ്പനായും കസറിയ സത്യൻ, മരണം മുന്നിൽ വന്ന് നിൽക്കുമ്പോഴും അചഞ്ചലനായ സത്യൻ. ജയസൂര്യയെക്കൊണ്ട് ഇതൊക്കെ താങ്ങുമോ എന്ന സന്ദേഹത്തിലും കാര്യങ്ങൾ മുന്നോട്ട് പോയി. എവിടെയോ വച്ച് സത്യനെക്കുറിച്ചുള്ള ബയോപിക് തടസ്സമായി നിൽക്കുന്നു. അപ്പോഴാണ് മലയാളത്തിലെ പ്രിയങ്കരനായ കവി വയലാർ രാമവർമ്മയുടെ ബയോപിക് പ്രമോദ് പയ്യന്നൂർ സിനിമയാക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഈ മനോഹര തീരത്ത് ഇനിയൊരു ജന്മം കൂടി ചോദിച്ച വയലാറിൻ്റെ ജീവിതത്തിലും ഒരുപാട് നാടകീയ മുഹൂർത്തങ്ങളുണ്ട് പറയാൻ. എഴുതിയ വരികൾ പോരാ എന്ന് പറഞ്ഞ പയ്യനായ സംവിധായകനെ നന്നായി ഒന്ന് മൂളിയിട്ട് നാളെ രാവിലെ തരാം പാട്ട് എന്ന് പറഞ്ഞു വിട്ടിട്ട് പയ്യൻ രാവിലെ ചെല്ലുമ്പോൾ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ആരും തുറക്കാത്ത പുമുഖവാതിൽ വാതിലിൽ അന്യനെ പോലെ ഞാൻ നിന്നു എന്ന് എഴുതി വച്ചിരിക്കുന്നു വയലാർ. കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോയി വരും കുഞ്ഞാറ്റ പൂങ്കുരുവി എന്ന ക്രിസ്ത്യൻ പാട്ട് എഴുതാനുണ്ടായ സാഹചര്യവും രസകരമായ ഒരു കഥയാണ്. നാരായണൻകുട്ടി എന്ന PN മേനോൻ ജീവിത സാഹചര്യങ്ങളിൽ കഷ്ടപ്പെടുന്നതറിഞ്ഞ് മലയാള നാട് SK നായരെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി ചെമ്പരത്തി എന്ന സിനിമ ഉണ്ടാക്കി കൊടുത്ത വയലാർ. പണത്തിന് വലിയ വില നൽകാത്തവനായ വയലാറിന് അദ്ദേഹത്തിൻ്റെ വീക്ക്നെസ്സിൽ പിടിച്ച് നശിപ്പിച്ച സിനിമാക്കാരുടെ കഥകളടക്കം ചിത്രീകരിച്ചാൽ മലയാളി ഇരു കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ദിലീപിനെ വയലാറാക്കാനാണ് അക്കാലത്ത് തീരുമാനിച്ചത് എന്ന് തോന്നുന്നു. ഈ സിനിമയുടെ
തിരക്കഥ വായിക്കാനും സജഷനുകൾ പറയാനും ഒക്കെയായി. ഞാൻ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്, ദിനേശ് കൂടി എന്നോടൊപ്പം അത് കേൾക്കാൻ വരണമെന്ന് എൻ്റെ സിനിമയിൽ പാട്ടെഴുതിയ വയലാർ ശരചന്ദ്രവർമ്മ എന്നെ വിളിച്ചു പറഞ്ഞു. ഞാനെന്തിനാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ, അച്ഛനെപ്പറ്റി കുറേ കാര്യങ്ങൾ അറിയാവുന്ന ആളല്ലേ ദിനേശ്, അപ്പോൾ നിങ്ങളും കൂടി വരണം എന്ന് പറഞ്ഞു. വരാമെന്ന് ഞാനും ഏറ്റു. ഇടയ്ക്ക് പ്രമോദ് പയ്യന്നൂരിനെ കണ്ടപ്പോൾ ചേട്ടനും കൂടി വരുമെന്ന് ശരചന്ദ്രവർമ്മ പറഞ്ഞു എന്നുകൂടി കേട്ടപ്പോൾ ചെല്ലാം എന്നേറ്റു. കുറേ ചർച്ചകൾ നടന്നതല്ലാതെ വയലാറിൻ്റെ ജീവചരിത്ര സിനിമ എങ്ങും എത്തിയില്ല. പിണറായി വിജയൻ്റെ കഥ സിനിമയാക്കുന്നു എന്ന് പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെയും ജീവിതകഥ സിനിമയാക്കുന്നു എന്നൊക്കെ വാർത്ത വന്നു. പക്ഷേ എങ്ങും അതൊന്നും എത്തിയില്ല. എന്തായാലും ഇന്ത്യയുടെ എഡിസൺ എന്ന് ബഹുമാനപൂർവ്വം വിളിച്ച ഗോപാലസ്വാമി ദൊരൈസ്വാമി നായിഡു എന്ന JDN-ൻ്റെ ബയോപിക് ചിത്രം വലിയ വിജയമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാധവനൊക്കെ കാണിക്കുന്ന താല്പര്യം നമ്മുടെ സിനിമാക്കാർക്ക് ഇനി എന്നാണാവോ വരിക എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ വിജയമാവട്ടെ JDN. മലയാള സിനിമയിലെ ബയോപിക് ചിത്രങ്ങളെക്കുറിച്ചുള്ളൊരു ചിത്രം നിങ്ങൾക്ക് തരാനായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി, നമസ്കാരം.